ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. മനുഷ്യ ജീവിതം വിജയത്തിന് വേണ്ടി തന്നെയാണ്. അവിടെ യാതൊരുവിധ ആണ് പെണ്ണ് എന്നുള്ള ഒരു തരത്തിലുള്ള വിവേചനവും ഈ ഭാരതത്തിൽ ഇല്ല. എല്ലാവരും വിജയിക്കാൻ യോഗ്യരാണ്. പക്ഷെ വിജയം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നമ്മൾ തെറ്റായി മനസ്സിലാക്കിയത്. നമ്മൾ വിജയം എന്ന് പറയുന്നതൊക്കെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ, പുരോഗതികളെ, അല്ലെങ്കിൽ കിട്ടുന്ന സ്കൂൾ കോളേജ് ലെവലിലൊക്കെ നമുക്ക് കിട്ടുന്ന മാർക്കിൻ്റെയും മറ്റും അടിസ്ഥാനത്തിലുള്ള റാങ്കിങ്, ഇതൊക്കെയാണ് നമ്മൾ വിജയം എന്ന് പറയുന്നത്. ഒരു ഇൻ്റർവ്യൂ പാസ്സായി വിജയിച്ചു, പരീക്ഷ പാസ്സായി വിജയിച്ചു, അങ്ങനെ നാം കിട്ടുന്നതിനെ വിജയമായി കണ്ട് മനുഷ്യ മനസ്സ് മുഴുവൻ അസ്വസ്ഥമായി. കാരണം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള അസ്വസ്ഥത, കിട്ടിയാൽ തന്നെ സന്തോഷമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് തന്നേക്കാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും അസൂയ കൊണ്ടുള്ള ടെൻഷൻ, ഇനി വേണ്ടത്ര തനിക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് വിജയമായിട്ടില്ലെങ്കിലും വിജയത്തിൽ കുറേയൊക്കെ സന്തോഷിക്കുമെങ്കിലും ഒരു തൃപ്തിയില്ല. ഇങ്ങനെ ഒരു മാനസികമായ അസ്വസ്ഥതയുള്ള വിജയം, അതാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയിച്ചവർ പോലും പലപ്പോഴും അസ്വസ്ഥരാണ്. കാരണം അവരെ സംബന്ധിച്ചൊന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ വിചാരിച്ചത്ര, അല്ലെങ്കിൽ തന്നെക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക്. ഈ അസൂയയും മത്സരവും സ്വാർത്ഥതയും മനസ്സിലിരിക്കുന്നിടത്തോളം കാലം വിജയം പോലും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് വിജയം? ഭഗവാൻ കൃഷ്ണൻ വിജയത്തിൻ്റെ നിർവചനം മാറ്റുകയാണ് ഗീതയിൽ. നമ്മുടെ നിർവചനം കിട്ടുന്നതാണ് വിജയം. കിട്ടുന്നത് മീൻസ് അനുകൂലമായി, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നടക്കുന്നതിനെയാണ് നമ്മൾ വിജയം. ഇങ്ങോട്ട് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ കിട്ടുമ്പോൾ, നടക്കുമ്പോൾ വിജയമായി. ദാറ്റ് കംസ് ടു അസ്. പക്ഷെ കൃഷ്ണൻ്റെ നിർവചനത്തിലെ വിജയം ടോട്ടലി ഡിഫറെൻ്റാണ്, നേരെ ഓപ്പോസിറ്റാണ്. കൃഷ്ണൻ പറയുന്നു, വിജയം എന്നാൽ നാം ചെയ്യുന്ന കാര്യത്തിലുള്ള ആസ്വാദനമാണ്, ലയമാണ് മനസ്സിൻ്റെ വിജയം. അത് പറയാൻ കാരണം, നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു മനഃശാസ്ത്രം ഭാരതത്തിൻ്റെ ഋഷിവര്യന്മാർ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അവരവരുടെ ജീവിതചര്യകളിലൂടെ, അവരുടെ അനുഭവങ്ങളിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ലളിതമാണ്, വളരെ വളരെ ലളിതമാണ്. എല്ലാവർക്കും ജീവിതം ആസ്വദിക്കണം, സന്തോഷിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. സന്തോഷം, സംതൃപ്തി, അതൊക്കെയാണല്ലോ മനുഷ്യന് വേണ്ടത്. പക്ഷെ മനുഷ്യൻ ചെറുപ്പത്തിൽ തന്നെ തെറ്റായ ഒരു ബോധത്തിൽ ജീവിക്കുകയാണ്. അതായത് സന്തോഷവും സംതൃപ്തിയും ഇതെല്ലാം കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അനുഭവിക്കുമ്പോഴാണ് ജീവിത സുഖം, ജീവിത സന്തോഷം, ജീവിത സംതൃപ്തി എന്ന് നമ്മൾ തെറ്റായി പഠിച്ചു. കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും സംതൃപ്തിയും നിശ്ചയിക്കുന്നത് മനസ്സാണ്. അത് നാം മറക്കരുത്. മനസ്സാണ് സുഖത്തിൻ്റെ ആധാരം, മനസ്സാണ് സുഖത്തിൻ്റെ കേന്ദ്രം, മനസ്സാണ് സുഖത്തിൻ്റെ പ്രധാന ശക്തി. മനസ്സിലാണ് സുഖം, മറക്കരുത്. എല്ലാവർക്കും അറിയാം മനസ്സിലാണ്. പക്ഷെ എടുത്തു പറയാൻ കാരണം, ആ സുഖം മനസ്സിനുണ്ടാകുന്നത് മനസ്സിനെ നാം ചെയ്യുന്ന കാര്യത്തിൽ ലയിപ്പിക്കാൻ, അതിൽ ചേർക്കാൻ, അതിലേക്ക് ഇമ്മേഴ്സ് ചെയ്യാൻ, അതിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേരാൻ പരിശീലിപ്പിക്കുമ്പോഴാണ്. ആ സുഖം നമ്മുടെ കയ്യിലാണ്.
നാം നമ്മുടെ മനസ്സിനെ നമ്മുടെ കർമ്മമേഖലകളിൽ പ്രവൃത്തികളിൽ ലയിപ്പിക്കുക, അതിൽ ആസ്വദിപ്പിക്കുക, അതിൽ ആനന്ദിപ്പിക്കുക എന്ന് നമ്മുടെ കയ്യിലാണ്. കാരണം ഏത് പ്രവൃത്തി ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കിട്ടുന്നത് മാത്രമാണ് വിജയമെന്ന് വെച്ചാൽ അത് വിജയമല്ല. കാരണം പുറമേക്ക് മറ്റുള്ളവർക്കത് വിജയമായി തോന്നുമെങ്കിലും അകത്ത് പുകയുന്ന മാനസികാവസ്ഥയുള്ളവർക്ക് എന്ത് വിജയമാണ്? അകത്ത് അസ്വസ്ഥമായിരിക്കുന്നൊരു മനസ്സിന് എന്ത് വിജയമാണ്? പുറമേക്ക് നോക്കുമ്പോൾ വളരെ സന്തോഷം. ഈ ചില രാഷ്ട്രീയക്കാരെ പോലെയാണ്. ഇലക്ഷനിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരിങ്ങനെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കും. ഒരിക്കലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ സ്റ്റേജിൽ കയറിയപ്പോൾ ആ അസോസിയേഷൻകാർ മാലയിടണു, ഈ അസോസിയേഷൻകാർ മാലയിടണു, കൾച്ചറൽ, ആർട്സ്, സ്പോർട്സ്, 50 മാലകൾ. ഇദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, എന്തൊരു ഭാഗ്യവാനാണ്, നോക്കൂ ഇത്രയും നിങ്ങളെ ആദരിച്ചിരിക്കുകയാണ് പല സംഘടനകളും, 50 മാല. അയാൾ ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒറ്റ ആട്ട് ഭാര്യയെ പറഞ്ഞു, കഴുതകൾ എന്നെ പറ്റിച്ചു, 100 പേര് മാലയിടുന്നു പറഞ്ഞിട്ട് 100 മാലയുടെ കാശാ വാങ്ങിച്ചുകൊണ്ട് പോയത്, എന്നിട്ട് ആകെ 50 തന്നുള്ളൂ, അതിൻ്റെ 50 പറ്റിച്ചു ഒറ്റകൾ. അപ്പോൾ ഇയാൾ തന്നെ കാശ് കൊടുത്തിരിക്കുന്നത് പല 100 ഓർഗനൈസേഷനെ കൊണ്ട് മാല ഇടിക്കാൻ. പക്ഷെ വന്നത് 50 ഉള്ളൂ എന്നപ്പോൾ ഇയാൾ പറയും. അപ്പം നോക്കൂ, ഇയാളുടെ ഉള്ളിൽ ഭാര്യ നോക്കുമ്പോൾ 50 മാല കിട്ടിയ ഒരു രാജാവിനെ പോലെ ഇരിക്കുന്നു. ഇവിടെ 50 പേര് പൊക്കിയതിലുള്ള അല്ലെങ്കിൽ മുക്കിയതിലുള്ള വിഷമത്തിൽ ആൾ നേറിപ്പോകുകയാണ്, കള്ളന്മാരെന്നെ പറ്റിച്ചു. ഇതുപോലെ ഓരോ വേദികളിൽ അയാളുടെ പൈസ പോകുന്നുണ്ടാവും. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ കിട്ടുന്നതിലല്ല ചെയ്യുന്നതിൽ സുഖം കണ്ടെത്തുക. എന്താ നോക്കുക, നിർവചനത്തിലൊരു വ്യത്യാസം. കിട്ടുന്നതിലല്ല സുഖം കണ്ടെത്തേണ്ടത്, അത് സുഖമായിട്ടിരുന്നോട്ടെ. ചെയ്യുന്ന പ്രവൃത്തികൾ സുഖം ആക്കുക, അത് സുഖമാക്കുക. സുഖം കണ്ടെത്താൻ പറ്റില്ല. കാരണം നമുക്കിഷ്ടപ്പെട്ട പ്രവൃത്തികളാവണമെന്നില്ല എപ്പോഴും നമ്മുടെ മുന്നിൽ വരും. ഒരേ വർക്കുകൾ ചെയ്യുന്ന ഏത് മേഖലയിലും റിപ്പീറ്റേഷനാണല്ലോ. എല്ലാം ഒരുവിധമൊക്കെ റിപ്പീറ്റേഷനാണ്. ഏത് മേഖലയിലും ചെയ്യുന്നത് തന്നെ നാളെയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന ആളായാലും ശരി, വെൽഡിങ് വർക്ക് ചെയ്യുന്ന ആളും ശരി, അല്ലെങ്കിൽ ഏത് വർക്ക്, ഇപ്പോൾ കുക്കിംഗ് വർക്കായാലും ശരി, ഓൾമോസ്റ്റ് സെയിം. അറിയുന്ന ഐറ്റംസ് അല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യുന്നതൊക്കെ രാവിലെ എണീക്കണോ, ബാത്റൂം പോകണോ, കുളിക്കണോ, ഡ്രസ്സ് ഇടണോ, ഭക്ഷണം കഴിക്കണോ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കണോ, ഇതന്നെ റിപ്പീറ്റേഷനാണ്. അതേ സാധനമല്ലായിരിക്കാം, പക്ഷേ അതിലൊരു റിപ്പീറ്റേഷനുണ്ട്. ഇപ്പോൾ കുറേ കഴിഞ്ഞാൽ മടുപ്പും വിരസത എല്ലാവർക്കും വരും. പക്ഷേ അത് വരാതിരിക്കണമെങ്കിൽ, അത് വരാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സിനെ ആസ്വദിപ്പിക്കാൻ പരിശീലിപ്പിക്കണം. അതാണ് യഥാർത്ഥ വിജയം എന്ന് കൃഷ്ണൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര പേര് ജീവിത വിജയം കൈവരിക്കുന്നത്? എവിടെയാണ് ആളുകൾ ആ തരത്തിലേക്ക് ഉയരുന്നത്? വളരെ കുറച്ച് പേര്, ഒരു പക്ഷേ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവരവരുടെ കർമ്മമേഖലകളിൽ മുഴുകി ആസ്വദിക്കുന്നുണ്ടാവാം. ആ വിജയമാണ് യഥാർത്ഥ വിജയമെന്ന് കൃഷ്ണൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഭഗവത്ഗീത നമുക്ക് തരുന്ന വലിയൊരു സന്ദേശം, കിട്ടുന്നതിലല്ല സുഖം കണ്ടെത്തേണ്ടത്, ചെയ്യുന്ന കാര്യത്തിൽ മനസ്സർപ്പിച്ചുകൊണ്ട്, ആ മനസ്സിനെ കൊണ്ട് ആസ്വദിപ്പിച്ചുകൊണ്ട്, ആ കഴിവ് നേടിക്കൊണ്ട് വിജയം കൈവരിക്കൂ. കാരണം അങ്ങനെയുള്ളവർക്ക് എന്നും ജീവിതത്തിൽ സുഖവും സന്തോഷവുമേ ഉള്ളൂ. കാരണം അവരുടെ മനസ്സിനെ അവർക്ക് ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്, അർപ്പിക്കാനുള്ള കഴിവുണ്ട്, മുഴുകിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഈ കഴിവാണ് സാധനാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് കൃഷ്ണൻ ഗീതയിലെ 4-ാം അധ്യായത്തിൽ എടുത്ത് ആവർത്തിച്ചുറപ്പിക്കുന്നത്. എന്നാലേ നമ്മുടെ തലയിൽ കയറുള്ളൂ. കാരണം നമ്മുടെ തലയിൽ പല കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മൾ ഇതുവരെ ശീലിച്ച ജീവിതത്തിൽ നിന്ന് ടോട്ടലി ഒരു യൂ ടേൺ എടുക്കുകയാണ് കൃഷ്ണൻ. നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയ വിജയം എന്ന് പറയുന്നത് കിട്ടുന്നത് നേടുന്നത്, അതാണ് വിജയം എന്നാണ്. കൃഷ്ണൻ പറയണോ, നോ, അതല്ല, അതൊക്കെ താൽക്കാലികമാണ്. അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം തരുന്ന വിജയമാവണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പിരിമുറുക്കങ്ങളുള്ള വിജയമുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മേഖലകളിൽ ഏത് പ്രവൃത്തിയാവട്ടെ, വീട്ടമ്മയാവട്ടെ, വീട്ടിലെ ജോലിയാവട്ടെ,
ജോലിക്ക് പോകുന്ന സമയത്ത് കാർ ഓടിക്കലാവട്ടെ, അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കലാവട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്താവട്ടെ, അല്ലെങ്കിൽ കൃഷിസ്ഥലം ആവട്ടെ, ഏത് വർക്കിലാവട്ടെ, മനുഷ്യൻ്റെ മനസ്സിനെ അതിൽ ആസ്വദിപ്പിച്ച് ആ പ്രവൃത്തി ചെയ്യാൻ പരിശീലിപ്പിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥ വിജയവും യഥാർത്ഥ സുഖവും എന്ന് കൃഷ്ണൻ ആവർത്തിച്ച് നമ്മൾ ഓർപ്പിക്കുന്നു. ശ്ലോകങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മനസ്സിലത് പതിയും. 4-ാമത്തെ അധ്യായത്തിൽ 23-ാം ശ്ലോകം. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസാം യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ഗതസംഗ നമ്മൾ കണ്ട ശ്ലോകമാണ്, ഞാനൊന്ന് ആവർത്തിക്കുന്നു മാത്രം. സംഘത്തെ ഗതം ചെയ്തവൻ. ഏത് സംഘം? മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളെ ഗതം വിട്ടവൻ, അതിനെ ഒഴിവാക്കി. അതെങ്ങനെയാണ് ഉപേക്ഷിക്കാൻ സാധിക്കുക? ചെയ്യുന്ന പ്രവൃത്തികളിൽ മനസ്സ് കൊണ്ടുവരുമ്പോൾ. കീപ് യുവർ ഹാൻഡ് വെയർ യുവർ മൈൻഡ് ഈസ്, ഓർ കീപ് യുവർ മൈൻഡ് വെയർ യുവർ ഹാൻഡ് ഈസ് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കർമ്മം എവിടെയാണോ അവിടേക്ക് മനസ്സിനെ കൊണ്ടുവരിക. ഇത് പറയാൻ എളുപ്പമാണ്. മനസ്സിനിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സ് പോകും. പ്രത്യേകിച്ച് വാട്സാപ്പുകളും ഫേസ്ബുക്കുകളും അതുപോലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് മൈൻഡിന് ഇൻട്രസ്റ്റ് ഉള്ള മേഖലകൾ പലതും ഉള്ളതുകൊണ്ട് മൈൻഡിനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളിൽ പിടിച്ചു നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊരു ട്രെയിനിങ് ആവശ്യമുണ്ട്. അപ്പം അതാണ് ഭാരത ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്ന രണ്ട് കാര്യം: കൃത്യനിഷ്ഠ, അനുഷ്ഠാനം. ആ കൃത്യനിഷ്ഠയിലൂടെ മെൻ്റൽ പവർ ഡെവലപ്പ് ചെയ്യുക, അനുഷ്ഠാനത്തിലൂടെ ഏകാഗ്രത, മനസ്സിൻ്റെ ലയം ഡെവലപ്പ് ചെയ്യുക. ഇപ്പം കൃത്യനിഷ്ഠമായ ജീവിതം നയിക്കുന്നവരും മെൻ്റൽ പവർ കൂടി വരും. കാരണം നിങ്ങൾക്കുള്ളിലൊരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്. എനിക്ക് രാവിലെ എണീക്കാൻ പറ്റും, എനിക്കിത് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് പോസിബിളാണ്, ഐ ആം റെഡി, ഐ ക്യാൻ എന്നുള്ളതുണ്ടല്ലോ നമ്മളിൽ ഡെവലപ്പ് ചെയ്യുന്നത് കൃത്യനിഷ്ഠമായൊരു പങ്ക്ച്വാലിറ്റിയിലാണ്. പങ്ക്ച്വാലിറ്റി വേണം, കൃത്യനിഷ്ഠ വേണം. രണ്ടാമത്തത്, നമ്മൾ നിരന്തരമായ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ഓങ്കാരമന്ത്രമായാലും ശരി, പ്രണവോപാസനയായാലും ശരി, അല്ലെങ്കിൽ പ്രാണായാമം, ജപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏതായാലും ശരി, അതിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്ന സമയത്ത് മനസ്സതിൽ അർപ്പിക്കപ്പെടും തോറും നമ്മളിലെ ഏകാഗ്രത ക്രമേണ കൂടി വരും. ഇങ്ങനെ പരിശീലിച്ചെടുത്ത മനസ്സുകൊണ്ട് വേണം അവനവന് ഇഷ്ടമല്ലെങ്കിൽ പോലും അവനവൻ്റെ കർമ്മമേഖലയെ ആസ്വദിച്ചുകൊണ്ട് അതിലേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് അതിലേക്ക് മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് നാം ജീവിതത്തെ കൊണ്ടു നടക്കാൻ. ഈ ഒരു പ്രാക്ടീസ്, ഇതൊരു നിരന്തരം ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ക്രമേണ ആസ്വാദനത്തിൻ്റെ തീവ്രത കൂടുതലായിരിക്കും. നാം നമ്മുടെ കർമ്മമേഖലകളിൽ മുഴുകും തോറും രാത്രി കടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് അതിൽ ലയിച്ചു കിട്ടും, ഉറക്കം സുഖമാവും. ഏത് കാര്യത്തിൽ നാമം ജപിക്കുമ്പോൾ മനസ്സ് അതിൽ ഏകാഗ്രമാവും, അതിൽ ലയിച്ചു കിട്ടും, സുഖമാണ്. വീട്ടുകാര്യങ്ങളിലേക്ക് വരുമ്പോൾ മനസ്സ് ലയിക്കും, അതിൽ സുഖമാണ്. സമയം പോകുന്നത് തന്നെ അറിയില്ല, ഡേ എങ്ങനെ കടന്നു പോകുന്നു നമ്മളറിയില്ല. ഏത് കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് മുഴുകുന്നുണ്ടോ, നാരായണ ഗുരുദേവൻ പറഞ്ഞൊരു വരികൾ മറക്കരുത്. അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തിൽ പറയും, പരയുടെ പാൽ നികർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു നൂറ്റാണ്ട് അരനൊടി നിമിഷം പോലെ തോന്നുക എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് സമയം പോയതുപോലെ നമുക്ക് തോന്നുന്നതാണ്. എന്നാൽ അപരാപ്രകൃതിക്ക് വിധേയമായാൽ, മനസ്സ് വളരെ റെസ്റ്റ്ലെസ് ആയാൽ, മനസ്സ് വളരെ അസ്വസ്ഥമായാൽ ഒരു അരനൊടി ഒരു നൂറ്റാണ്ട് പോലെ തോന്നും. എന്ന് പറഞ്ഞാൽ മനസ്സൊട്ടും അങ്ങോട്ട്, മനസ്സിൻ്റെ ആ ഒരു വിഷമം കാരണം സമയം അങ്ങനെ കൊല്ലും നമ്മൾ. എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പോവില്ല, സമയം അങ്ങോട്ട് തീരില്ല, ബോറടിക്കുകയാണ് നമുക്ക്. ഈ ബോറടിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ ടൈം പോവുകയില്ല, ടൈം അങ്ങോട്ട് മാറി കിട്ടുന്നില്ല. എത്തുന്നില്ലല്ലോ, സമയമായിട്ടും അങ്ങോട്ട് എത്തുന്നില്ലല്ലോ, പരിഭ്രമം. ഇപ്പം ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് മുഷിയുമ്പോണ്ടല്ലോ, അങ്ങോട്ട് എത്തുന്നില്ലല്ലോ, ട്രെയിൻ അങ്ങോട്ട് എത്തുന്നില്ലല്ലോ എന്നുള്ളത്. എന്നാൽ വളരെ സ്വസ്ഥവും ശാന്തവുമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇഷ്ടപ്പെട്ട ഒരാളോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് സമയം കടന്നുപോയത് അറിഞ്ഞില്ല, എത്ര പെട്ടെന്ന്. ഇതാണ് മനുഷ്യൻ്റെ മനസ്സ്. ആസ്വദിക്കുന്ന മനസ്സിന്
ടൈം കടന്നു പോകുന്ന അറിയുന്നില്ല. ആസ്വദിക്കാത്ത മനസ്സിന് ഓരോ നിമിഷവും നരകതുല്യം, ഓരോ നിമിഷവും അസ്വസ്ഥം, ഓരോ നിമിഷവും അങ്ങേയറ്റത്തെ ബോറിംഗ് ആണ്. ഇത് പരിശീലിച്ചെടുക്കണം. ഈ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള കഴിവ്, അതിന് പേരാണ് ജ്ഞാനാവസ്ഥിത ചേതസ, ജ്ഞാനനിഷ്ഠ. അതായത് എനിക്ക് കൃത്യമായി എണീക്കാൻ സാധിക്കും, എനിക്കെൻ്റെ സാധനകളിൽ മുഴുകാൻ സാധിക്കും. സാധനകളിൽ മുഴുകുമ്പോഴാണ് ഏകാഗ്രത ഉണ്ടാവുന്നത്. ഏകാഗ്രതയുള്ളൊരു മനസ്സിന് മാത്രമേ അവനവൻ്റെ കർമ്മമേഖലയിൽ ഏകാഗ്രമാവാൻ സാധിക്കുള്ളൂ, ലയിക്കാൻ സാധിക്കുള്ളൂ. അതിൽ ലയിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തൻ്റെ കർമ്മമേഖലയിൽ മുഴുകുമ്പോഴാണ് ആസ്വാദനം വരുന്നത്. ആസ്വാദനമുള്ളൊരു മനസ്സിനെപ്പോഴും സന്തോഷമുണ്ട്. സന്തോഷമുള്ള മനസ്സ് എപ്പോഴും റിലാക്സ്ഡാണ്. റിലാക്സ്ഡായ മനസ്സിന് സമയം പോകുന്നത് അറിയില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണാബോധ്യം നമുക്കുണ്ടെങ്കിൽ ആ ജീവിതമല്ലേ ഏറ്റവും സർവശ്രേഷ്ഠം. അതുകൊണ്ട് യജ്ഞായ ചരതസ് കർമ്മ, ആരാണോ ഏത് മേഖലയിൽ ജീവിക്കുന്നവരാവട്ടെ യജ്ഞഭാവനയിൽ ജീവിക്കുക. അപ്പോൾ യജ്ഞം എന്നുള്ള ഭാവന എപ്പോഴും ഓർക്കണം. കയ്യിൽ നെയ്യെടുത്തുകൊണ്ടൊരു പൂജാരി തിരുമേനി ഹോമകുണ്ടത്തിലേക്ക് ഒഴിക്കുന്നത് ഓർക്കുക. അതിനാണ് കൃഷ്ണൻ ആ യജ്ഞം എന്നുള്ള വാക്ക് പറഞ്ഞത്. ഇതുപോലെ മനസ്സിനെയാണ് നമ്മുടെ കർമ്മമാകുന്ന അഗ്നിയിലേക്ക്, മനസ്സിനെയാണ് കർമ്മമാകുന്ന അഗ്നിയിലേക്ക് ഞാൻ ഒഴിക്കുന്നത്. അതായത് എൻ്റെ മനസ്സിനെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ഞാൻ ലയിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ യജ്ഞം. ഇവിടെ മനസ്സാകുന്ന നെയ്യാണ്, മനസ്സാണ് നെയ്യ്. ഇവിടെ അഗ്നികർമ്മമാണ്, പ്രവൃത്തിയാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അത് അഗ്നിയാണ്. ആ അഗ്നിയിലേക്ക് മനസ്സാകുന്ന നെയ്യ് ഞാൻ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ ഞാൻ ചെയ്യുന്ന കർമ്മമേഖലകളിൽ എന്താവട്ടെ അതിലേക്ക് ഞാൻ അർപ്പിക്കുന്നു, അത് ആസ്വദിപ്പിക്കുന്നു, അത് രുചിക്കുന്നു, അതിലങ്ങനെ മുഴുകുന്നു. ഇപ്രകാരം മനസ്സിനെ വികസിപ്പിച്ചെടുത്താൽ സമഗ്രം പ്രവിലീയത്തെ, എല്ലാം അങ്ങനെ വിലയനം പ്രാപിച്ച് സമയം പോലും പോകുന്നത് അറിയാതെ നമ്മുടെ ജീവിതം അങ്ങനെ ആസ്വാദ്യകരമായി മുന്നോട്ട് പോകും. സന്തോഷമായിട്ട് ജീവിക്കാം, ആനന്ദമായിട്ട് ജീവിക്കാം. അതിന് മനസ്സിനെ ക്വാളിഫൈ ചെയ്യണം. അപ്പം ആ തലത്തിലേക്കാണ് കൃഷ്ണൻ നമ്മളെ എത്തിക്കുന്നത്. നോക്കൂ, എന്തൊരു ഭാവനയാണത്. ഇതൊക്കെയാണ് യഥാർത്ഥ വിജയമെന്ന് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ? ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് വിജയം കൈവരിക്കേണ്ടത് പറഞ്ഞു തന്നുണ്ടോ? ഈ മനസ്സിനെ ലയിപ്പിക്കാനുള്ള മാർഗം, അല്ലെങ്കിൽ ലയിപ്പിക്കാനുള്ള കഴിവ് നേടാനാണ് ക്ഷേത്രത്തിൽ പോകുന്ന ആരെങ്കിലും പറഞ്ഞു തന്നുണ്ടോ? ഈ മനസ്സിനെ ലയിപ്പിക്കുമ്പോഴാണ്, നാം ചെയ്യുന്ന മേഖലകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ക്രമേണ ഇനീഷ്യലി അത് വളരെ അസ്വസ്ഥമാക്കുമെങ്കിലും ക്രമേണ അതിൻ്റെ ഒരു ആസ്വാദനം, ആ ആസ്വാദനത്തിന് തീവ്രത കൂടുന്തോറും മനസ്സിൻ്റെ സന്തോഷവും സുഖവും ഒക്കെ കൂടുമെന്ന് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നുണ്ടോ? ഈ സ്വസ്ഥമായൊരു മനസ്സാണ് ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. അത് നമ്മുടെ കർമ്മമേഖലകളിൽ മുഴുകുമ്പോഴാണെന്ന് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? ഈ തരത്തിൽ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തത നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, ഈ രീതിയിൽ ജീവിക്കാൻ നമ്മുടെ മനസ്സിനെ നമുക്ക് പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ആര് ഈ ഒരു പരിശീലനത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു അവർക്കൊന്നും ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല. ദുഃഖം എപ്പോഴും അസ്വസ്ഥ മനസ്സുകൾക്കേ ഉള്ളൂ. ദുഃഖം എപ്പോഴും ആകെ ആടിയുലർന്ന മനസ്സുകൾക്കേ ഉള്ളൂ. അലിഞ്ഞു ചേർന്നിരിക്കുന്ന, ലയിച്ചിരിക്കുന്ന, ആസ്വദിക്കുന്ന മനസ്സുകൾക്ക് ദുഃഖമുണ്ടാവില്ല. അവർക്ക് ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. കാരണം അവരവരുടെ കർമ്മമേഖലയിൽ മുഴുകിയിരിക്കുകയാണ്. ഈ ഒരു പരിശീലനം മനസ്സിന് തരുന്നൊരു ശക്തിയും കരുത്തും ധൈര്യവും വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് ഇന്നത്തെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഏത് മേഖലകളിലാവട്ടെ നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അർപ്പിക്കാനും ലയിപ്പിക്കാനും ഒന്ന് പരിശീലിച്ച് നോക്കൂ. നിങ്ങൾക്ക് കാണാൻ മാറ്റം. നിങ്ങളുടെ പ്രവൃത്തി ശ്രേഷ്ഠമാവും. കാരണം ഭാവന ശ്രേഷ്ഠമാകുന്നതോറും പ്രവൃത്തിയും ശ്രേഷ്ഠമാവും. നമ്മൾ പറയല്ലേ, ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുമ്പോൾ ഏത് പണി നന്നാവും. അപ്പം പ്രവൃത്തി നന്നാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഉന്നതി വളരെ കൂടുതലായിരിക്കും. നിങ്ങളോടുള്ള ആദരവ്, ബഹുമാനം, നിങ്ങൾക്ക് ആ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അതും വളരെ കൂടുതലായിരിക്കും. ഈ ആത്മാർത്ഥതയാണ്, അർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ മറക്കരുത്. മനസ്സിനെ സകല വിധത്തിലുള്ള
ദുർബലപ്പെടുത്തുന്ന ചിന്തകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ കർമ്മമേഖലകളിൽ പരിപൂർണമായി അങ്ങനെ മുഴുകി അത് ആസ്വദിച്ച് അതിൽ ലയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഈയൊരു പരിശീലനം, ഗീത തരുന്ന ഈ പരിശീലനം ഒരു വലിയ മാറ്റത്തിലേക്കായിരിക്കും സമൂഹത്തെ കൊണ്ടുപോകുന്നത്. എനിക്കുറപ്പാണ് ഇങ്ങനെ ഒരു യുവതലമുറ വളർന്നു വന്നു കഴിഞ്ഞാൽ അവരെ തളർത്താനോ തകർക്കാനോ ഒരു ശക്തിക്ക് സാധ്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഇന്ന് നിങ്ങൾ നോക്കൂ, പത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയെ ചുട്ടുകൊല്ലുന്നു, ഭാര്യയെ കുത്തിക്കൊല്ലുന്നു, എന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാര്യയെ തല്ലിക്കൊല്ലുന്നു. ഒട്ടുമുക്കാലും മദ്യത്തിൻ്റെ ആ സ്വാധീനം കൊണ്ട് സ്വന്തം സഹോദരൻ്റെ പോലും കാല് വെട്ടി വലിച്ചെറിയുന്ന ഇത്ര നികൃഷ്ടമായ ഒരു ഗുണ്ടാ സംസ്കാരത്തിലേക്ക് കേരളം വഴിതെറ്റി പോകുന്നില്ലേ എന്ന് നമുക്ക് ദൈനംദിന പത്രവാർത്ത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തേ ഇത്രയും അക്രമങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൽ അത് കൂടുതലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മദ്യപാനത്തിൻ്റെ ലഹരിയുടെ സ്വാധീനം നമ്മുടെ കേരളത്തിലെ യുവതലമുറയെ വളരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ആത്മീയമായൊരു തിരിച്ചറിവിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. കാരണം മനസ്സിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. കൃഷ്ണനും മനസ്സിൻ്റെ സുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. ജപത്തിലും ധ്യാനത്തിലും മനസ്സിൻ്റെ സുഖം കണ്ടെത്താൻ സാധിക്കുന്നവർക്ക് ലഹരി വസ്തുക്കളുടെ ആവശ്യമില്ല. കാരണം ലഹരിയേക്കാൾ വലിയ ലഹരിയാണ് ആത്മലഹരി, ആനന്ദലഹരി. അത് പരിശീലിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ ഒരു സംസ്കാരത്തെ പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ പരിശീലനം കിട്ടാതെ പോയത് കൊണ്ടല്ലേ നമ്മൾ ഇത്ര വഴിതെറ്റിപ്പോയത്. അതുകൊണ്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഗീത കാണിച്ചു തരുന്ന ഈ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ തലമുറകളെ നമുക്ക് നയിക്കേണ്ടതുണ്ട്. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം. വേദവ്യാസ കവിത